മേഖലയിലേക്കൊക്കെ വരും. ഒരുപാട് ആൾക്കാർ ഞാൻ ഈ കാര്യത്തിൽ പറയുന്നത് മനസ്സിലാവുകയും ചെയ്യുന്നത്. ഒരു പക്ഷേ കൂടുതൽ ഈ ജന്മത്തിലെ വ്യാഴം ചേർന്നത് എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ ജാതകങ്ങളെ കൊണ്ട് പഠിക്കുക എല്ലാ അസ്ട്രോളജീസും എല്ലാ അസ്ട്രോളജി പഠിക്കുന്ന ആൾക്കാർ നമ്മുടെ ജാതകം എന്തായാലും നോക്കാം. നമ്മുടെ ജാതകത്തിനനുസരിച്ച് നമുക്കറിയാവുന്നത് തന്നെ അറിയുന്നത്. അപ്പം അതിനെ നന്നായി പഠിക്കുകയും മറ്റു ആൾക്കാർ ചെയ്യുക. അതായത് സാമ്പത്തികമായിട്ട് ഒരു വിഷയം സംസാരിക്കണം, പഠന വിഷയമായിട്ട് പറയുന്നത് പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി ആണ്. നമുക്ക് പഞ്ചമഹാപുരുഷ യോഗത്തിന് അടുത്ത പഞ്ചമഹാപുരുഷ യോഗത്തിന് അവരുടെ ശിക്ഷണം തരുന്ന മാളവ്യയോഗമാണ്. മാളവ്യയോഗം ക്രിയേറ്റീവ് ചാനൽ ഉണ്ടാവും, അതിലൊരു സംശയമില്ല. ഞങ്ങൾ 3 ജാതകം പല മേഖലയിലായിരിക്കും ഒരു വാക്യം ഇതിന്റെ പ്രൊഫഷനേ അല്ലായിരിക്കും. പക്ഷേ അവർക്കൊരാൾക്ക് ടാലന്റ് പാടുന്നതായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ പ്രധാനങ്ങളായിരിക്കും, ഒരുങ്ങുന്നതിനോടായിരിക്കും, അല്ലെങ്കിൽ ഫിലിംസിനോടായിരിക്കും, അല്ലെങ്കിൽ പലതിനോടായിരിക്കും, വായിക്കുന്നതിനോടായിരിക്കാം. ക്രിയേറ്റീവാക്കിയ പല കാര്യങ്ങളോട് ഒരു താല്പര്യം ഉണ്ടാവും. ക്രിയേറ്റീവ് ആൾക്കാരാണ് അവരുടെ. അതുപോലെ ലക്ഷറി ആൻഡ് കംഫർട്ട് എന്നൊരു താല്പര്യമായി. ലക്ഷറി ഡ്രസ്സുകൾ എപ്പോഴും അലക്കുന്നവരായിരിക്കും. ലക്ഷറികൾ ആൾക്കാരെ കാണുന്നു, അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചില്ല. ആശ്ചര്യമില്ല. കുറച്ചൊരു ഏറ്റവും നല്ല ചെറിയ പാത്രമാണ്. പക്ഷേ മനുഷ്യൻ എന്തൊക്കെ നമ്മൾ ഫിലിം ചെയ്യുന്നത് ആ ഒരു അവരുടെ ഇഷ്ടമുള്ള ലക്ഷറി മേഖലകളിലൊക്കെ കാണുന്നത് കംഫർട്ട് ആൾക്കാർ തോന്നും. ഈ കിട്ടില്ല എന്നാണ് അതുകൊണ്ട് അവർ അതിലേക്കായിരുന്നു അവരുടെ ശ്രദ്ധകൾ മൊത്തം ഈ ഒരു ആയിട്ടുള്ള ഈ ഒരു ട്രെയിനിങ്ങിനെ ആ ഒരു ഇതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഒക്കെ ഹാർമോണിയസായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് പലപ്പോഴും ഇവരുടെ ബ്രേക്കപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയൊരു വീഴ്ചയിലത് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നതൊക്കെ താല്പര്യം, അതുപോലെ തന്നെ സെക്ഷൽ പ്ലഷേഴ്സിനൊക്കെ താല്പര്യം, അതിനവരൊക്കെ വലിയ ഇഷ്ടമൊക്കെ ആയി. അത് മോശമൊന്നുമല്ല. മനുഷ്യന് ഈശ്വരൻ തന്നിട്ടുള്ളതാണ് നന്നായിട്ട് നടക്കുന്നത്, ഭൗതികപരമായിട്ടുള്ള സന്തോഷങ്ങൾ, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നത്, നല്ല പാട്ട് കേൾക്കുന്നത്, നല്ല നല്ല മാനസികങ്ങൾ, നല്ല കാര്യങ്ങൾ കാണാനും ഈ സെക്ഷൽ പ്ലഷേഴ്സ് ടച്ച് ചെയ്യുന്നതും ഒക്കെ അതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളോടും ഒക്കെ ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളും റൊമാൻറ്റിക് റിലേഷൻഷിപ്പും അതിൽ കിട്ടുന്ന സന്തോഷങ്ങളും ആയിരിക്കും എന്നുള്ളത് വാസ്തവമായ കാര്യം. അത് സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവും, ചെയ്യുന്ന റെക്കഗ്നേഷൻ പല മേഖലകളിലും കിട്ടും. ഈ മാളവികത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുന്നതാണ്, അത് പരീക്ഷിച്ചതാണ്. മാളവികത്തെ പറ്റിയിട്ട് ഈ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിച്ചിരുന്ന കാര്യങ്ങൾ ബുക്കാണ്. അത് ഏത് ബുക്കിന്ന് എഴുതിയെന്ന് തോന്നുന്നില്ല. ഞാനത് നിങ്ങൾ പഠിക്കുന്ന വായിക്കുന്ന പുസ്തകങ്ങൾ എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ എന്നല്ലാണ്ട് എനിക്ക് പുതുമയുള്ളത് തോന്നുന്നത് എനിക്ക് എന്നെ ആകർഷിക്കുന്ന കാര്യങ്ങൾ ഞാൻ എന്റെ നോട്ട്ബുക്കിൽ എഴുതി വെക്കും. അങ്ങനെ കുറേ ബുക്കുകളുണ്ട്. ഞാൻ എപ്പോഴും ഇത് വർഷങ്ങളായി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതുന്ന നോക്കില്ല. ഈ നോക്കിയാണ് എനിക്ക് ഓർമ്മയുണ്ട്. 2ാം ഭാവത്തിൽ ക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന ശുക്രൻ ഈ മാളവ്യവും അനുഭവിക്കുന്നത് ഞാൻ കേട്ടത്. പക്ഷെ അത് എവിടുന്നാണ്, വിദ്യാനന്ദ കഴിക്കുമെന്നാണോ എവിടുന്നാണ് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഞാനത് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അന്വേഷിച്ച് കണ്ടെത്തിയത് എവിടെയെങ്കിലും ഞാനത് കാണുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോസ് ഞാനത് നോക്കിയിട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ പൊതുവെ ശുക്രൻ സ്റ്റൈൽ, ശുക്രന്റെ ഒരു രീതി, ശുക്രന്റെ ഒരു ശൈലി, ശുക്രന്റെ ഒരു ഇമോഷണൽ ടെമ്പററി സ്റ്റൈലാണ് മാളവികത്തിന് പ്രധാനമായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സെൻഷ്യൽ കാര്യങ്ങളൊക്കെ ഒരു താല്പര്യവും ഉണ്ടാവും. ലാസ്റ്റ് എന്ന് പറയുന്നത് പഞ്ചമഹാപുരുഷ യോഗങ്ങളുടെ അവസാനം ശനിചരിക്കുന്നത് ശനിമഹായോഗമാണ്. അതിന്റെ ഒരു പ്രത്യേകത ശനിയാണ്. ശനിയെ മോശമായിട്ട് ഇത്തരത്തിലുള്ള ദീർഘോഷം കേട്ട ഒരാളില്ല. അത് ശനി മനസ്സിലാവുന്ന കാര്യമുണ്ട്. ശനി വരുന്ന യോഗം ദീർഘായുഗം ശതമാന യോഗം വരികയും
മാരകബന്ധമോ ബാധാബന്ധമോ ശനിക്കില്ലാതെ ഇരിക്കുകയും ചെയ്താൽ ക്ഷേത്രപരമാനായ ശനി നിൽക്കുകയും കേന്ദ്രത്തിൽ ഉപമാസോ വരികയും ചെയ്താൽ ഒരു സാക്ഷ്യൽ ക്യാരക്ടർ ഉണ്ടാവും. സ്ലോയായിരിക്കും പല കാര്യങ്ങളും, കുറച്ച് ഡിലേ ആയിരിക്കും പല കാര്യങ്ങളും ഒക്കെ. ഓരോന്നായിട്ട് ആത്മഹത്യ കാര്യം ശരീരവും ചുറ്റുപാടുകളും നോക്കാൻ നല്ലമാനം കഷ്ടപ്പെടുന്നവരായിരുന്നു. പക്ഷെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കും എന്നുള്ളതാണ്. വർക്കെത്തിക്ക് ജോലി നല്ല എത്തിക്കാര്യം നിൽക്കുന്ന ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല എത്തിക്കാര്യം ഒരു നാലാം ഭാവത്തിലൊക്കെ വന്നു പാരമ്പര്യത്തിലൊക്കെ വളരെ തറവാടൊക്കെ കുറച്ച് പഴക്കമുള്ള വീടുകളും ഒക്കെ ആയിരിക്കാനാണ് സാധ്യത. പക്ഷെ പൊതുവെ അത് നല്ലതുമാണ്. അതിനെ ആശ്രയിച്ചു പോയാൽ കലദേവതയൊക്കെ ആശ്രയിച്ചു പോയാൽ നല്ലത്. ഏഴാം ഭാവത്തിലെ കുറച്ച് പതുക്കെയായിരിക്കും വിവാഹമൊക്കെ നടക്കുന്നത്. ചില പ്രായക്കാർക്ക് ഉണ്ടാകും, ചിലർക്ക് മൂത്തായിരിക്കും വിവാഹം ഒക്കെ ആവാം. പക്ഷെ അതൊക്കെ ജീവിതത്തിൽ ഗുണമായിട്ടേ ഭവിക്കൂ എന്നുള്ളതും കൂടിയാണ് മഹായോഗത്തിന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ പത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ പത്തിലൊക്കെ മഹായോഗത്തോട് കൂടി ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും. പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻസ് പ്രധാനമന്ത്രി രാജാവിന്റെ താഴെയുള്ള പ്രധാനമന്ത്രി അത് താഴെയുള്ള അവരുടെ MLA അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിട്ട് വരാനുള്ള സാധ്യതകൾ ഡ്യൂട്ടിയോടെയായിരുന്നു. നാടിന് ഒരു ജീവിത പ്രവർത്തികളായിട്ട് കൂടുതൽ ഇൻവോൾവായിട്ട് അവരുടെ കാര്യത്തിലുള്ള ശ്രദ്ധയും ഫോക്കസും കൂടുതൽ എന്നുള്ളതാണ്. പൊതുവെ സ്ലോയാണ് ശനി അതുകൊണ്ടൊന്നും കരുതുന്നത്. ഗ്രൂപ്പ് വളരെ പതുക്കെയായിരിക്കും. പക്ഷെ ആ ഗ്രൂപ്പ് ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി ഏത് കാര്യങ്ങൾ വന്നത് പിന്നെ പോയി. അതുപോലെ തന്നെ ഓരോ വ്യക്തിയും ഇത് നല്ലതുമാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. മഹായോഗം കൃത്യമായിട്ട് ബാധിച്ചാൽ അതിന്റെ ദൃശ്യമൊക്കെ വന്നാൽ നല്ല രീതിയിൽ മറ്റു ബാധകങ്ങളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് ഞാൻ അനുഗ്രഹിച്ചാൽ നല്ലത് തന്നെയാണ്. പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പടക്കു തോടും ചാടും ഇതെല്ലാം ചെയ്യും എന്ന് പറയുന്നതാണ് വിജയിക്കുന്നത്. മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത് ബുദ്ധിസ്റ്റ് ടൈപ്പുള്ള ആൾക്കാർ അവരുടെ വിഷയിക്കും. ബുദ്ധിസ്റ്റ് ടൈപ്പുള്ള ആൾക്കാർ വളരെ സ്പീഡായിട്ട് മോട്ടിവേഷൻ പറയാൻ പറ്റിയ ആൾക്കാർ അങ്ങനെയുള്ളതായതുകൊണ്ടായിട്ടാണ് ഈ ആഴത്തിന്റെ രീതിയുള്ളവർക്ക് അങ്ങനെ ഒരു ശൈലിയിൽ അവർക്ക് പോകാൻ പറ്റും. ശുക്രന്റെ രീതിയുള്ളവർക്ക് അങ്ങനെ ഒരു ശൈലിയിൽ അവർക്ക് പോകാൻ പറ്റും. ശനിയുടെ രീതിയിലുള്ളവർ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആ ഒരു കുറച്ച് സ്ലോ ആയിരിക്കും എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും റിസൾട്ടും കുറച്ച് സ്ലോ ആയിരിക്കും. ഒരു കഴിക്കുന്ന സ്ലോ ആയിരിക്കും, കുടിക്കുന്നത് സ്ലോ ആയിട്ടായിരിക്കും. അതെല്ലാത്തിലും ഒരു സ്ലോ പതിയായിരിക്കും. നന്നാണ്, അഭിരുചിയാണ് സ്ലോ പതിയെ ചെയ്യുന്നതൊന്നും മടിയുമാണ്. സ്ലോ പതിയെ ഇത് മനസ്സിലാക്കി ആസ്വദിച്ച് അത് ചെയ്യുന്നത് പലരും ബുദ്ധിശാലിതരമാണ്. നിശ്ചയാത്മക ബുദ്ധിയുടെ സൂക്ഷ്മതയാണ് ആസ്വദിക്കുന്നതിന്റെ തെളിവും കൂടിയാണ്. അത്രയൊക്കെയാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങളെ കുറിച്ച് പറയാൻ എനിക്കുണ്ടായിരുന്നത്. ഏകദേശം മനസ്സിലാക്കി തരാൻ സാധിച്ചു. ഓരോ ഗ്രഹങ്ങളുടെയും ടൈപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ക്യാരക്ടർ ഇടപെടുന്നതൊക്കെ സംസാര രീതികളൊക്കെ കാണുമ്പോൾ ആ ഏത് ടൈപ്പ് കാറ്റഗറി ഒന്ന് ഫസ്റ്റ് നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും. ഇന്ന് നമ്മൾ രണ്ടാം ഭാവത്തിന്റെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പഠിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യം ധനം. ധനവുമായിട്ട് ബന്ധപ്പെട്ട് ധനയോഗമുണ്ടോ എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിൽ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളതിനേക്കാളുപരി നമ്മൾ മരിക്കുന്ന സമയത്ത്
നമുക്ക്